ഹമാസ് 3 ബന്ധികളെ കൂടി മോചിപ്പിച്ച ബന്ധികളെ റെഡ് ക്രോസിന് കൈമാറി. ഖാൻ യൂണിസിൽ വച്ചാണ് റെഡ് ക്രോസിന് കൈമാറിയത്. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, കൂടുതൽ വിശദാംശങ്ങൾ. ദേവിക, റെഡ് ക്രോസിനെ ഈ 3 ബന്ദികളെ കൈമാറി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് ഇസ്രായേൽ സ്വദേശികളല്ലാത്ത ഒരാളും ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഇതിൽ നിന്നും കുറെ കൂടി വിശദീകരണങ്ങൾ ഇനിയും ലഭ്യമാകാനുണ്ട്. 3 പേരെ റെഡ് ക്രോസിന് കൈമാറി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. റെഡ് ക്രോസിന് കൈമാറി ഖാൻ യൂണിസിൽ വെച്ച് റെഡ് ക്രോസിന് കൈമാറിയതിനു ശേഷം ഇസ്രായേൽ സൈന്യത്തിലെ ഈ 3 പേരെയും കൈമാറുകയാണ് ചെയ്യുക. 350-ലേറെ പാലസ്തീനികളെ, അതായത് ഇസ്രായേലിന്റെ തടവിൽ കഴിയുന്ന യുദ്ധ തടവുകാരായ 356ഓളം പേരെ ഇപ്പോൾ അവരും വിട്ടയച്ചിട്ടുണ്ട്, അതായത് ഇസ്രായേലും വിട്ടയച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്. പക്ഷേ ഇന്ന് എല്ലാ ബന്ദികളുടെയും മോചനം സാധ്യമാക്കണമെന്ന ഒരു ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അത് സംബന്ധിച്ചൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കർശനമായ ചില നിർദ്ദേശങ്ങളും തന്നിരുന്നു, ട്രംപ് കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചനകളെല്ലാം വന്നതുപോലെ കൃത്യമായി മാധ്യമങ്ങളോട് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു, മുഴുവൻ ബന്ദികളുടെയും മോചനം സാധ്യമായില്ലെങ്കിൽ കടുത്ത നടപടിയെന്ന്. ഇന്ന് മുഴുവൻ ബന്ദികളുടെയും മോചനം സാധ്യമായിട്ടില്ല എന്ന് മാത്രമല്ല, മറിച്ച് 3 ബന്ദികളുടെ മോചനം ഇപ്പോൾ നടന്നിട്ടുണ്ട്. എങ്കിലും അത് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടക്കുന്നുണ്ട്. നേരത്തെയുള്ള വെടിനിർത്തൽ കരാറിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടക്കുന്നുണ്ട്. ഹമാസ് നേരത്തെ ഇവരുടെ മോചനം നിർത്തിവെക്കുമെന്ന ഒരു ഭീഷണിയെല്ലാം മുഴക്കിയിരുന്നു. ആ ഭീഷണിയൊന്നും ഇപ്പോൾ ഹമാസ് നടപ്പാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ദേവിക, ശരി. ട്രംപിന്റെ മുന്നറിയിപ്പിൽ കൂടുതൽ ഹമസിന് ബന്ധികളെ മോചിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും മുഴുവൻ ബന്ദികളുടെയും മോചനം സാധ്യമാക്കുക എന്നാണ്, അല്ലെങ്കിൽ മോചിപ്പിക്കുക എന്നാണ് ട്രംപ് നൽകിയിരിക്കുന്ന നിർദ്ദേശം, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം തന്നെ വളരെ കൃത്യമായി ഹമാസിനെ അറിയിച്ചിരിക്കുന്നത്. ഇത് നടപ്പാക്കണം എന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന് കാരണമായി ട്രംപ് ഇന്ന് വാർത്തകളിലെല്ലാം തന്നെ കൃത്യമായി അദ്ദേഹത്തിന്റെ മറുപടി വരികയും ചെയ്തിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത്, നിരവധി ബന്ദികൾ അവിടെ ഉണ്ടായിരുന്നു. വളരെ ആരോഗ്യമുള്ള, നല്ല ശക്തിയും ആരോഗ്യവുമുള്ള ബന്ദികളായി പിടികൂടപ്പെട്ടവർ നിസ്സഹായരായ മനുഷ്യരായി വളരെ ശാരീരികമായി ഗുരുതരമായ പീഡനം അനുഭവിച്ചതിന്റെ ലക്ഷണങ്ങളുമായാണ് തിരിച്ചെത്തിയത്. ഇവരെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഗുരുതരമായ പീഡനങ്ങൾക്കും അത്തരത്തിൽ വംശീയ പീഡനങ്ങൾക്ക് വിധേയരാക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത്തരത്തിൽ വംശീയ പീഡനങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുഴുവൻ ബന്ദികളെയും ഉടൻ തന്നെ വിട്ടയക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ തവണ വിട്ടയച്ച ബന്ദികളിൽ ഒരാളുടെ ഭാരം പകുതിയായി കുറഞ്ഞിരുന്ന, ശരീരത്തിന്റെ ഭാരം 70 കിലോയോളം ഭാരം കുറഞ്ഞ സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിൽ ഗുരുതരമായ പീഡനം അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ചെരുപ്പിടാൻ സമ്മതിക്കാതെ അത്തരത്തിലുള്ള കടുത്ത പീഡനങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പേരെയും മോചിപ്പിക്കണമെന്നൊരു ആവശ്യം ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. എന്നാൽ അത് ഇതുവരെ ഏത് രീതിയിലാണ് അതിനോട് ഹമാസ് പ്രതികരിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ട്രംപ് നിർദ്ദേശം നൽകിയ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ 3 ബന്ദികളുടെയും മോചനം ഇന്ന് സാധ്യമാക്കുന്നത്. അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഇസ്രായേൽ എന്ന് ആരോപിച്ച് ബന്ദികളുടെ മോചനം നിർത്തിവെക്കാനുള്ള ഒരു നീക്കം നടത്തി. ശനിയാഴ്ച ബന്ദികളുടെ മോചനം നടത്തേണ്ട ദിവസം അതുണ്ടാകില്ല എന്നായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം വരെ ഹമാസ് പറഞ്ഞിരുന്നത്. എന്നാൽ ഹമാസിന്റെ ആ നിലപാടിൽ നിന്ന് മാറ്റം വന്ന ബന്ദികളെ 3 പേരെ ഇപ്പോൾ റെഡ് ക്രോസിനെ കൈമാറിയിട്ടുണ്ട്. അത് ഒരു അനുകൂല ഘടകമായി തന്നെ കണക്കാക്കാമെങ്കിലും മുഴുവൻ ബന്ദികളുടെയും ആരോഗ്യം സംബന്ധിച്ചും മറ്റു വിഷയങ്ങൾ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതിനെ പൂർണ്ണമായും മോചനം സാധ്യമാകണമെന്ന് തന്നെയാണ് അമേരിക്കൻ ഭരണകൂടം വളരെ കൃത്യമായി പറയുന്നത്. ദേവിക, സമഗ്രമായ റിപ്പോർട്ട് പങ്കുവച്ചത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ്.